ഇടുക്കി തൊടുപുഴയിൽ പട്ടയത്തിനായി സമരം ചെയ്ത അമ്മിണിയമ്മയെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. അമ്മിണിയമ്മയ്ക്ക് നീതി ഇനിയും അകലെയാണ്. പട്ടയത്തിന് അർഹതയുണ്ടെന്ന് തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിട്ടും തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നൽകിയിട്ടും അവഗണന തുടരുകയാണ്. റവന്യൂ മന്ത്രി ഇടപെടണം എന്നാണ് അമ്മിണിയമ്മയുടെ ആവശ്യം. അർഹതപ്പെട്ട പട്ടയത്തിന് വേണ്ടി തൊടുപുഴയിലെ 73-കാരിയായ അമ്മിണിയമ്മയുടെ ഒറ്റയാൾ പോരാട്ടം വലിയ ചർച്ചയായതാണ്. റവന്യൂ മന്ത്രി തന്നെ വിഷയത്തിൽ നേരിട്ടിടപെട്ടു. എല്ലാം ഉടനെ ശരിയാക്കി കൊടുക്കണമെന്ന് റവന്യൂ അധികൃതർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തതാണ്. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പട്ടയത്തിനു വേണ്ടിയുള്ള അമ്മിണിയമ്മയുടെ താലൂക്ക് ഓഫീസിന് മുൻപിലെ ഒറ്റയാൾ പോരാട്ടത്തിന് പിന്നാലെ റവന്യൂ വകുപ്പ് പ്രാഥമിക നടപടികൾ തുടങ്ങിയതാണ്. അയൽവാസിയായ ആരോപണ വിധേയന്റെ സ്ഥലം റവന്യൂ സംഘം അളന്നു. അമ്മിണിയമ്മ അവകാശവാദം ഉന്നയിക്കുന്ന സ്ഥലമടക്കം 54 സെന്റ് തരിശുഭൂമി കണ്ടെത്താനാണ് സർവേ നടത്തിയത്. അമ്മിണിയമ്മയുടെ ഭർത്താവിനെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലവും ഇതിൽ ഉൾപ്പെടും. എന്നാൽ സർവേ റിപ്പോർട്ടിൽ വ്യക്തതയില്ലാത്തതാണ് പ്രധാന വെല്ലുവിളി. ഉദ്യോഗസ്ഥരുടെ ഒത്തുകളിയാണെന്നും നീതി ലഭിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും അമ്മിണിയമ്മ പറഞ്ഞു. എനിക്ക് ഈ റിപ്പോർട്ട് താലൂക്കിൽ നിന്നും വില്ലേജിൽ നിന്ന് കിട്ടുന്നവരെ ഞാൻ പോയി സമരമായിരിക്കും ഇവിടെ. അല്ല, ഞാൻ പുറകോട്ട് മാറില്ല. എനിക്കുള്ള വീതം എൻ്റെ വീതം കിട്ടണം. എനിക്ക് ഗവൺമെൻറ് 1600 രൂപ പെൻഷൻ തന്നാലേ ഉള്ളൂ. അല്ല, എനിക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. നല്ലൊരു വീട് പോലും ഇല്ല. ഞാൻ അവിടെ കിടന്ന് മരിച്ചാലും ശരി, ഞാൻ താലൂക്കിൽ പോയി തഹസിൽദാരുടെ അടുത്ത് പോയി തഹസിൽദാരും വില്ലേജ് ചെയ്ത് ഒത്തുകളി നടത്തണമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇത്രയും ദിവസവും വേണ്ടായിരുന്നു ഈ റിപ്പോർട്ട് കിട്ടാൻ. 2020 അമ്മിണിക്ക് പട്ടയം നൽകാമെന്ന് ആലക്കോട് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ താലൂക്ക് ഓഫീസിലെ ചില ജീവനക്കാർ ഈ റിപ്പോർട്ട് പുഴുത്തിയെന്നും ആക്ഷേപമുണ്ട്. പുതിയ സർവേ റിപ്പോർട്ടിൽ വ്യക്തത വരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് തഹസിൽദാരുടെ വിശദീകരണം. അർഹതപ്പെട്ട പട്ടയം ലഭിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നാണ് അമ്മിണിയമ്മ പറയുന്നത്. ഹരീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ.